ഹായ് സ്റ്റുഡൻസ്, STJ നോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് പ്ലസ് ടു ഹിസ്റ്ററിയിലെ 5-ാം അധ്യായമാണ്. 5-ാം അധ്യായത്തിൽ മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച പ്രധാനപ്പെട്ട 3 സഞ്ചാരികളെക്കുറിച്ചും അവരുടെ ഇന്ത്യയെക്കുറിച്ചുള്ള വീക്ഷണങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പഠിക്കുന്നത്. അൽബിറൂണി എന്ന് പറയുന്ന സഞ്ചാരിയെക്കുറിച്ചും ഇബ്ൻ ബത്തൂത്ത എന്ന് പറയുന്ന സഞ്ചാരിയെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി പഠിച്ചു കഴിഞ്ഞു. ഇബ്ൻ ബത്തൂത്ത എന്ന സഞ്ചാരിയുടെ പഠന ഭാഗത്ത് നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഫ്രാങ്കോയിസ് ബർണിയർ എന്ന് പറയുന്ന സഞ്ചാരിയെക്കുറിച്ച് പഠിക്കാം. ഓക്കെ, മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന തപാൽ സംവിധാനങ്ങളെക്കുറിച്ച് ഇബ്ൻ ബത്തൂത്ത എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ 2 വിധത്തിലുള്ള തപാൽ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തി. എന്തൊക്കെയായിരുന്നു അത്? ഒന്ന്, അശ്വതപാൽ അഥവാ ഒലുക്ക്. അശ്വം, കുതിരയെ ഉപയോഗിച്ചുകൊണ്ടുള്ള തപാൽ സംവിധാനമായിരുന്നു അശ്വതപാൽ എന്ന് പറയുന്നത്. അതിനെ ഒലുക്ക് എന്നും അറിയപ്പെടുന്നുണ്ട്. ഓരോ 4 മൈൽ അകലത്തിലും തയ്യാറാക്കി നിൽക്കുന്ന കുതിരകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള തപാൽ സംവിധാനമാണ് അശ്വതപാൽ. രണ്ടാമത്തെ തപാൽ സംവിധാനമാണ് കാലാൾ തപാൽ. കാൽനടയായി സഞ്ചരിച്ചുകൊണ്ട് വിവരങ്ങൾ കൈമാറുന്ന രീതിയാണ് ഇത്. മനുഷ്യരെ ഉപയോഗിച്ചുള്ള 1 മൈൽ ദൂരത്തിനുള്ളിൽ 3 താവളങ്ങൾ അഥവാ ദവയുള്ള തപാൽ സംവിധാനമാണ് കാലാൾ തപാൽ. ഓക്കെ, അപ്പോൾ 1 മൈൽ ദൂരത്തിനുള്ളിൽ 3 താവളങ്ങളുള്ള ഈ ഒരു പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ദവ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അശ്വതപാൽ എന്നും കാലാൾ തപാൽ എന്ന് പറയുന്ന 2 തപാൽ സംവിധാനങ്ങൾ മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. വ്യാപാര പാതകളിൽ സത്രങ്ങളും അതിഥി മന്ദിരങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിവരങ്ങൾ അയക്കാനും വായ്പ അടക്കാനും സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനും ഇത് വ്യാപാരികളെ സഹായിച്ചു. സിന്ധിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്താൻ 50 ദിവസങ്ങൾ മാത്രമാണ് തപാലിന് വേണ്ടി വന്നത്. നമുക്കറിയാം, പാകിസ്ഥാനിലെ സിന്ധിൽ നിന്ന്, ഇന്നത്തെ പാകിസ്ഥാനിലെ സിന്ധിൽ നിന്ന് നമ്മുടെ തലസ്ഥാന നഗരിയിലേക്ക് നമുക്കറിയാം ഒരുപാട് ദൂരമുണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിൽ വെറും 50 ദിവസം കൊണ്ട് വിവരങ്ങൾ, കത്തിടപാടുകൾ എത്തിയിരുന്നു എന്നാണ് ഇബ്ൻ ബത്തൂത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ ചാരന്മാരയക്കുന്ന വിവരങ്ങൾ തപാൽ സംവിധാനത്തിലൂടെ 5 ദിവസത്തിനുള്ളിൽ സുൽത്താന് ലഭിച്ചിരുന്നു. ചാരന്മാർ വളരെ കോൺഫിഡൻഷ്യലായിട്ടുള്ള രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങളായിരിക്കും കൈമാറുക. അത് വളരെ പെട്ടെന്ന് തന്നെ കൊട്ടാരത്തിൽ രാജാവിൻ്റെ അടുത്ത് എത്തിയിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, ഇതോടെ നമ്മുടെ ഇബ്ൻ ബത്തൂത്ത എന്ന് പറയുന്ന സഞ്ചാരിയുടെ സഞ്ചാരക്കുറിപ്പുകളും അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള പാഠഭാഗവും അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഈ പാഠഭാഗത്തിലെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. സഞ്ചാരിയുടെ പേര് ഫ്രാങ്കോയിസ് ബർണിയർ. ഫ്രാൻസിൽ നിന്നുള്ള സഞ്ചാരിയാണ് ഫ്രാങ്കോയിസ് ബർണിയർ. അദ്ദേഹം 17-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെത്തി. 17-ാം നൂറ്റാണ്ട് എന്ന് തന്നെ അവിടെ എഴുതണം. ഓക്കെ, അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു, തത്വചിന്തകനായിരുന്നു, അതുപോലെ ചരിത്രകാരൻ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ വ്യത്യസ്തനായ ഒരു ഡോക്ടർ എന്ന് അറിയപ്പെട്ട സഞ്ചാരി കൂടിയായിരുന്നു ഫ്രാങ്കോയിസ് ബർണിയർ. നമ്മുടെ ഹെഡിങ് തന്നെ, പാഠത്തിൻ്റെ ഹെഡിങ് തന്നെ ഫ്രാങ്കോയിസ് ബർണിയർ എ ഡോക്ടർ വിത്ത് ഡിഫറൻസ് എന്നാണ്. ഷാജഹാൻ ചക്രവർത്തിയുടെ പുത്രനായിട്ടുള്ള ദാരാ ഷിക്കോവിൻ്റെ ചികിത്സകനായിരുന്നു, അല്ലെങ്കിൽ ഡോക്ടറായിരുന്നു ഫ്രാങ്കോയിസ് ബർണിയർ. അദ്ദേഹം ഇന്ത്യയിലെത്തിയത് ഒരു ഡോക്ടറുടെ പരിവേഷത്തോടു കൂടിയാണ്.
ഇന്ത്യയിലെത്തിയ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് മുഗൾ സാമ്രാജ്യത്തിലെ സഞ്ചാരങ്ങൾ. ഈ പുസ്തകത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ഈ പാഠഭാഗം പൂർണ്ണമായിട്ടും പഠിക്കുന്നത്. തൻ്റെ രചനകൾ ഫ്രഞ്ച് രാജാവായ ലൂയി 14 അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ളത്. ഫ്രാൻസുകാരനായ അദ്ദേഹം തൻ്റെ രാജാവിന് തന്നെയാണ് ഗ്രന്ഥങ്ങൾ സമർപ്പിച്ചത്. 12 വർഷക്കാലം അദ്ദേഹം ഇന്ത്യയിൽ താമസിച്ചു. അതായത് 1656 മുതൽ 1668 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ഇന്ത്യയിൽ താമസിച്ചു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. അദ്ദേഹം കിഴക്കിനെയും പടിഞ്ഞാറിനെയും താരതമ്യപ്പെടുത്തുകയാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലൂടെ ചെയ്തത്. കിഴക്കെന്ന് പറയുന്നത് നമ്മുടെ ഏഷ്യൻ രാജ്യവും പടിഞ്ഞാറെന്ന് പറയുന്നത് ഫ്രാങ്കോയിസ് ബെർണിയർ ഉൾപ്പെടുന്ന യൂറോപ്യൻ രാജ്യവും, അദ്ദേഹത്തിൻ്റെ ഫ്രാൻസ് അടക്കമുള്ള യൂറോപ്യൻ ഭൂഖണ്ഡവും. അപ്പോൾ ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള താരതമ്യമാണ് അദ്ദേഹം പ്രധാനമായിട്ടും തൻ്റെ ഗ്രന്ഥത്തിലൂടെ ചെയ്തത്. ക്ഷയോന്മുഖമായ കിഴക്ക് എന്ന ആശയം അവതരിപ്പിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴക്കൻ രാജ്യങ്ങളുടെ തകർച്ചയും അതുപോലെയുള്ള കാര്യങ്ങളുമാണ് പ്രധാനമായിട്ടും ഈ ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ രചനകൾ പല ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ക്ഷയോന്മുഖമായിട്ടുള്ള കിഴക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ക്ഷയോന്മുഖമായ കിഴക്ക്. ബെർണിയർ ഇന്ത്യയെ യൂറോപ്പുമായും ഫ്രാൻസുമായും താരതമ്യപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ രാജ്യവുമായിട്ടും അദ്ദേഹത്തിൻ്റെ ഭൂഖണ്ഡവുമായിട്ടും എന്ത് ചെയ്തു? നമ്മുടെ ഇന്ത്യയെ താരതമ്യപ്പെടുത്തി. ഇന്ത്യയിലെ നിരാശാജനകമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകി. ഇന്ത്യയിലെ നെഗറ്റീവുകൾ മാത്രമാണ് ഫ്രാങ്കോയിസ് ബെർണിയർ കണ്ടത്. പോസിറ്റീവുകൾ അദ്ദേഹം വളരെയധികം ഒന്നും കണ്ടതായി നടിച്ചില്ല. യൂറോപ്പിൻ്റെ മേധാവിത്വത്തിന് പ്രാധാന്യം നൽകി. യൂറോപ്പിൻ്റെ കീഴിലാണ് ബാക്കിയുള്ളവരെല്ലാം എന്നുള്ള ആശയമാണ് അദ്ദേഹം കൊണ്ടുവന്നത്. യൂറോപ്പ് ശക്തരാണ്, സമ്പന്നമാണ്, സംസ്കാരമുള്ളവരാണ്. കിഴക്ക് അഥവാ ഏഷ്യക്കാർ ഇതൊന്നുമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. മുഗൾ ഭരണം യൂറോപ്യൻ ഭരണത്തിനേക്കാൾ തരം താണതാണെന്ന് കരുതി. അപ്പോൾ യൂറോപ്യന്മാരുടെ ഭരണത്തേക്കാൾ വളരെ മോശമാണ് മുഗൾ ഭരണമെന്ന് അദ്ദേഹം കരുതി. ഇന്ത്യ യൂറോപ്പിന് നേർ വിപരീതമാണെന്നുള്ള മാതൃക അഥവാ ബൈനറി ഒപ്പോസിഷൻ മോഡൽ ആണ് അദ്ദേഹം പിന്തുടർന്നത്. ഇന്ത്യ ചെയ്യുന്നതെല്ലാം യൂറോപ്പിന് നേർവിപരീതമാണ്, അല്ലെങ്കിൽ യൂറോപ്പ് ചെയ്യുന്നതെല്ലാം ഇന്ത്യക്ക് നേർവിപരീതമാണ് എന്നുള്ള ഈ ഒരു മാതൃകയാണ് അദ്ദേഹം പിന്തുടർന്നത്. അതായത് ഇന്ത്യ ചെയ്യുന്നതെല്ലാം മോശമാണെന്നും യൂറോപ്പ് ചെയ്യുന്നതെല്ലാം ശരിയാണെന്നുള്ളൊരു ആശയം. ഇനി മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാമൂഹിക സാമ്പത്തിക മേഖലകളെ അദ്ദേഹം നോക്കിക്കണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഭൂ ഉടമസ്ഥതയുടെ പ്രശ്നം. മുഗൾ ഇന്ത്യയിൽ സ്വകാര്യ ഭൂ ഉടമസ്ഥത ഉണ്ടായിരുന്നില്ല. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ആർക്കും സ്വത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. ഭൂമിയുടെ ഉടമ രാജാവാണെന്ന് അദ്ദേഹം കണ്ടെത്തി. ഇത് രാജ്യത്തിനും ജനങ്ങൾക്കും ദോഷമാണെന്നും ബെർണിയർ വിശ്വസിച്ചു. അപ്പോൾ ആർക്കും സ്വത്തില്ല, എല്ലാം രാജാവിൻ്റെ കൈകളിലാണ്. അങ്ങനെയായപ്പോൾ സ്വകാര്യ സ്വത്തില്ലാത്തതിനാൽ ഭൂപ്രഭുക്കൾക്ക് മുതൽ മുടക്ക് ചെയ്യാൻ താല്പര്യം നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ഭൂമിയിലേക്ക് കൃഷി ഇറക്കാൻ, അതിന് പണം ഇറക്കാൻ ഭൂപ്രഭുക്കന്മാർക്ക് താല്പര്യമില്ലാതായി. കാരണം അത് അവരുടെ ഭൂമിയല്ല. ആരുടെ ഭൂമിയാണ്? രാജാവിൻ്റെ ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പണം ഇറക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇത് കൃഷിയെയും ജനങ്ങളുടെ ജീവിത നിലവാരത്തെയും തകർത്തു. സ്വാഭാവികമാണ്. അതുപോലെ കർഷകരുടെ അടിച്ചമർത്തലിന് വഴിയൊരുക്കി. കർഷകരെ കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്യിപ്പിച്ച് മാക്സിമം മെച്ചമുണ്ടാക്കാൻ ഭൂപ്രഭുക്കന്മാർ ശ്രമിച്ചു.
ഫ്രാങ്കോയിസ് ബർണിയർ അതുപോലെ ഇന്ത്യൻ സമൂഹത്തെ എങ്ങനെയാണ് നോക്കിക്കണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ സമ്പന്നരും ദരിദ്രജനങ്ങളും മാത്രമാണ് ഉണ്ടായിരുന്നത്. അതായത് മുകളിലത്തെ തട്ടിൽ ഏറ്റവും സമ്പന്നരും താഴെ ദരിദ്രരുമാണുള്ളത്. അവർക്കിടയിൽ ഒരു വിഭാഗമുണ്ടായിരുന്നില്ല. അതായത് ഇന്ത്യയിൽ മധ്യവർഗമില്ല. മുഗൾ രാജാവ് യാചകരുടെയും അപരിഷ്കൃതരുടെയും രാജാവാണ്. അപ്പോൾ രാജാവിനെ അത്രയും തരം താഴ്ത്തിയിട്ടാണ് ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. മുഗൾ നഗരങ്ങൾ നാശത്തിൻ്റെ വക്കിലുള്ളതും വായു മലിനീകരണമുള്ളതുമാണ്. അപ്പോൾ ഇന്ത്യയിലെ മുഗൾ ഭരണാധികാരികൾ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലെ നഗരങ്ങൾ വളരെ മോശമായിരുന്നു എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം, ഇബ്ൻ ബത്തൂത്ത ഇന്ത്യൻ നഗരങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിന് നേർവിപരീതമായിട്ടാണ് ഫ്രാങ്കോയിസ് ബർണിയർ ഇന്ത്യൻ നഗരങ്ങളെ കണ്ടത്. അത് നാശത്തിൻ്റെ വക്കലാണെന്നും വായു മലിനസമാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ ഇന്ത്യൻ കൃഷിപ്പാടങ്ങൾ നിറയെ കുറ്റിച്ചെടികളും കാടുകളും പടർന്നു കയറിയിരിക്കുന്ന സ്ഥലങ്ങളാണെന്നാണ് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള മറ്റൊരു കാര്യം. അപ്പോൾ ഇതെല്ലാം പഠിക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം ഇന്ത്യയിൽ പരമാവധി ഇന്ത്യയുടെ നെഗറ്റീവ് കാണാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ നിരാശാജനകമായിട്ടുള്ള കാര്യങ്ങളെ വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്യാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. നല്ല കാര്യങ്ങളെ പരമാവധി ഹൈഡ് ചെയ്യുകയാണ്, മറക്കുകയാണ് അദ്ദേഹം ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അതിസങ്കീർണമായിട്ടുള്ളൊരു സാമൂഹ്യ യാഥാർത്ഥ്യം എന്താണ് ഇവിടെ നമ്മൾ പറയുന്നതെന്ന് നോക്കാം. മുഗൾ രാഷ്ട്രത്തെ ഒരു സ്വേച്ഛാധിപത്യ രാഷ്ട്രമായിട്ടാണ് ബർണിയർ ചിത്രീകരിച്ചത്. സ്വേച്ഛാധിപതികളായിട്ടുള്ള ഏകാധിപതികളായിട്ടുള്ള ഭരണാധികാരികളുള്ള ഒരു രാഷ്ട്രമാണ് മുഗൾ രാഷ്ട്രമെന്നാണ് അദ്ദേഹം ചിത്രീകരിച്ചിട്ടുള്ളത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ചില വിവരണങ്ങൾ എന്ത് ചെയ്തു? മുഗൾ കാലഘട്ടത്തിലെ സങ്കീർണമായ ചില സാമൂഹ്യ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. അദ്ദേഹം വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ചിലത് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അത് നിർമ്മാതാക്കൾ, വ്യാപാരം, പട്ടണങ്ങൾ, കച്ചവടങ്ങൾ, നഗരങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചെല്ലാം അദ്ദേഹം തൻ്റെ വിവരങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, കൈവേലക്കാർക്ക് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനുള്ള താല്പര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലാണ്. കാരണം അവരുടെ ലാഭമെല്ലാം രാഷ്ട്രം കൈക്കലാക്കി എന്നാണ് പറയുന്നത്. കൈക്കലാക്കി. കൈവേലക്കാർ നമുക്കറിയാം, കരകൗശല കൈവേലക്കാർ നഗരജീവിതം പ്രധാനമായിട്ട് നഗരത്തിൽ ജീവിക്കുന്ന വിഭാഗക്കാരാണ്. അപ്പോൾ ഇവർക്ക് കാര്യമായിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമം അവരുണ്ടാകില്ല. കാരണം അവരുടെ സമ്പത്തെല്ലാം നേരെ പോയിരുന്നത് രാഷ്ട്രത്തിൻ്റെ കൈകളിലേക്കായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അതുപോലെ ഇന്ത്യയിലേക്ക് ഒരുപാട് സ്വർണവും വെള്ളിയും കയറ്റുമതി ചെയ്തിരുന്നു എന്ന് ബർണിയർ സമ്മതിക്കുന്നുണ്ട്. ഇന്ത്യ മോശമാണെന്ന് പറയുമ്പോഴും ഇങ്ങനെ ചില കാര്യങ്ങൾ നടന്നിരുന്നു എന്ന് ബർണിയർ സമ്മതിക്കുന്നുണ്ട്. ഉൽപ്പന്നങ്ങൾ സ്വർണത്തിനും വെള്ളിക്കുമായി കൈമാറ്റം ചെയ്യുന്നത് കൊണ്ട് തന്നെ ധാരാളം സ്വർണവും വെള്ളിയും ഇന്ത്യയിലേക്ക് ഒഴുകി. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ പകരം ഇന്ത്യയിലേക്ക് അതിൻ്റെ വിലയായിട്ട് ഇറക്കുമതി ചെയ്തിരുന്നത് സ്വർണവും വെള്ളിയായിരുന്നു. ഓക്കെ, അതുപോലെ ദീർഘദൂര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു സമ്പന്നമായിട്ടുള്ള വാണിജ്യ സമൂഹവും ഇന്ത്യയിൽ നിലനിന്നിരുന്നു എന്ന് ബർണിയർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളും നോക്കുക. ഇന്ത്യയെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവായി പറഞ്ഞിരുന്ന വ്യക്തി ചില കാര്യങ്ങൾ സമ്മതിച്ച് തരുന്നുണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അദ്ദേഹം മുഗൾ നഗരങ്ങളെ പാളയ നഗരങ്ങൾ എന്നാണ് വിളിച്ചത്. എന്താ പാളയ നഗരങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? രാജധാനിയെ ആശ്രയിക്കുന്ന നഗരങ്ങളാണ് പാളയ നഗരങ്ങൾ. അതായത് മുഗൾ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിരുന്നു? പലപ്പോഴും തലസ്ഥാനങ്ങൾ പല സ്ഥലത്തേക്കും മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തലസ്ഥാനങ്ങൾ മാറ്റുന്നതോടുകൂടി തകർന്നു പോകുന്ന നഗരങ്ങളായിരുന്നു, താൽക്കാലിക നഗരങ്ങളായിരുന്നു എന്ന്, അഥവാ ക്യാമ്പ് ടൗൺസ് എന്നായിരുന്നു ഈ നഗരങ്ങളെ പറഞ്ഞിരുന്നത്. ഭരണാധികാരികൾ ക്യാമ്പ് വിട്ടുപോകുമ്പോൾ ആ നഗരം തകർന്നിരുന്നു. അപ്പോൾ
ഒരു ഭാഗത്ത് തലസ്ഥാനമുള്ള അത് തലസ്ഥാനം മാറുമ്പോൾ ആ നഗരം തകർന്നു പോകുമെന്നായിരുന്നു. അങ്ങനെയുള്ള പാളയ നഗരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ബർണിയർ അഭിപ്രായപ്പെട്ടു. ജാതി തൊഴിൽ വിഭാഗങ്ങളുടെ കൂട്ടമായി ഒരു കച്ചവട സംഘം നഗരത്തിലുണ്ടായിരുന്നു. ഈ പ്രധാനമായിട്ടും ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് അല്ലെങ്കിൽ പടിഞ്ഞാറേ ഇന്ത്യയിലൊക്കെയായിരുന്നു മഹാജൻ എന്ന് പറയുന്ന കച്ചവട സംഘമുണ്ടായിരുന്നു. ജാതി തൊഴിൽ വിഭാഗങ്ങളുടെ കൂട്ടം. ഇവരുടെ തലവനെ സേട്ട് അഥവാ സേത്ത് എന്നും നഗരങ്ങളിലെ തലവനെ നഗര സേത്ത് എന്നുമാണ് വിളിച്ചിരുന്നത്. കൂടാതെ നഗരവാസികളിൽ ഡോക്ടർമാർ അഥവാ വൈദ്യന്മാർ, അധ്യാപകർ, നിയമജ്ഞർ, അതുപോലെ ചിത്രകാരന്മാർ, സംഗീതജ്ഞർ തുടങ്ങിയവരെല്ലാം ഉൾപ്പെട്ടിരുന്നു. അപ്പോൾ ഇതാണ് അദ്ദേഹം ഇന്ത്യയിലെ വ്യാപാരം, പട്ടണം, കച്ചവടക്കാർ, നിർമ്മാതാക്കൾ തുടങ്ങിയവയെക്കുറിച്ച് തൻ്റെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചത്. ഓക്കെ, സതിയെക്കുറിച്ചുള്ള വിവരണങ്ങൾ. സതി എന്താണെന്ന് നമുക്കറിയാം. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ചിതയിലേക്ക് ഭാര്യ നിർബന്ധപൂർവം എടുത്തു ചാടേണ്ട ഒരു ദുരാചാരം ആ കാലഘട്ടത്തിൽ, പുരാതന കാലഘട്ടം മുതൽ തന്നെ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നതാണ്. അതിനെക്കുറിച്ച് ബർണിയർ തീർച്ചയായിട്ടും എഴുതിയിരിക്കും. കാരണം ഇന്ത്യയുടെ നെഗറ്റീവ്സ് മാത്രം കാണുന്ന വ്യക്തി ഈ ഒരു സതിയെക്കുറിച്ച് വിശദമായി തന്നെ തൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, 2 തരത്തിലുള്ള സതി ഇന്ത്യയിൽ നിലനിന്നിരുന്നു. ഒന്ന്, ചിലർ സന്തോഷത്തോടു കൂടി ചിതയിലേക്ക് ചാടി മരിച്ചിരുന്നു. രണ്ടാമത്തെ വിഭാഗമാണെന്ത്, ചിലരെ ബലം പ്രയോഗിച്ചു കൊണ്ടുപോവുകയും ജീവനോടെ ദഹിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ 2 തരത്തിൽ സ്വമേധയാലുള്ള സതിയും ഉണ്ടായിരുന്നു, നിർബന്ധപൂർവമുള്ള സതിയും ഇന്ത്യയിൽ നിലനിന്നിരുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തി. അതുമാത്രമല്ല, ലാഹോറിൽ 12 വയസ്സുകാരിയായിട്ടുള്ള ഒരു ബാലിക, ഒരു ചെറിയ പെൺകുട്ടിയെ, അവൾ വിധവയായപ്പോൾ അവളെ സതി അനുഷ്ഠിച്ചത് അദ്ദേഹത്തിന് കാണേണ്ടി വരുന്ന അവസ്ഥയും അദ്ദേഹം ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു വ്യക്തിയുടെ, ബർണിയറുടെ വിവരണങ്ങൾ ചില പാശ്ചാത്യ ചിന്തകന്മാരെയും സൈദ്ധാന്തികരെയും വളരെയധികം സ്വാധീനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില സിദ്ധാന്തങ്ങൾ ഉയർന്നു വരികയും അത് പിന്നീട് ജനപ്രീതിയും ആർജിക്കുകയും ചെയ്തു. പ്രധാനപ്പെട്ട ഒന്നാണ് മോണ്ടസ്ക്യൂയുടെ പൗരസ്ത്യ സ്വേച്ഛാധിപത്യം എന്ന ആശയം വികസിപ്പിച്ചെടുത്തത് ബർണിയറുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ബർണിയർ ഇന്ത്യയെക്കുറിച്ച് എഴുതിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ, മോണ്ടസ്ക്യൂ തയ്യാറാക്കിയ സിദ്ധാന്തമാണ് പൗരസ്ത്യ സ്വേച്ഛാധിപത്യം അഥവാ ഓറിയൻ്റൽ ഡെസ്പോട്ടിസം. അതുപോലെ കാർൾ മാക്സിൻ്റെ ഏഷ്യാറ്റിക് ഉൽപ്പാദന രീതി, ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സങ്കല്പത്തിനും ബർണിയറുടെ എഴുത്തുകൾ വലിയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 പേരുകളും അവരുടെ ആശയവും നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്. ഓക്കെ, പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഞാൻ ആദ്യമേ പറഞ്ഞതായിരുന്നു, ഒരു താരതമ്യ പഠനം ഈ ഒരു അധ്യായത്തിൽ പ്രധാനമായും ചോദിക്കുന്നതാണ്. ഇബ്ൻ ബത്തൂത്തയുടെയും ബർണിയറുടെയും ആശയങ്ങൾ എങ്ങനെയായിരുന്നു എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാവുന്ന ഉത്തരമാണെന്ന്. കാര്യങ്ങളുടെ പുതുമ, അപരിചിതത്വം എന്നിവ ഇബ്ൻ ബത്തൂത്തയെ ആകർഷിച്ചു. താല്പര്യവും മതിപ്പും ഉളവാക്കി എല്ലാത്തിനെക്കുറിച്ചും വിവരങ്ങൾ എഴുതി. അതുപോലെ നമുക്ക് എഴുതാം, റിഹിലയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം. മൊറോക്കോക്കാരനായിരുന്നു അദ്ദേഹം. അറബി ഭാഷയിലാണ് റിഹില എഴുതിയിട്ടുള്ളത്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനുള്ള കൂടെ ചേർക്കാം. ബർണിയറുടെ, ഫ്രാൻസുകാരനായിട്ടുള്ള ഫ്രാങ്കോയിസ് ബർണിയർ നിരാശാജനകമായ സാഹചര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തു. അതുപോലെ ഇന്ത്യയിൽ കണ്ടതിനെയെല്ലാം യൂറോപ്പിൽ, പ്രത്യേകിച്ച് ഫ്രാൻസിലെ സാഹചര്യവുമായി താരതമ്യപ്പെടുത്തി വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താനാണ് അദ്ദേഹം ശ്രമിച്ചത്. അപ്പോൾ ഇബ്ൻ ബത്തൂത്ത ചെയ്തതിൻ്റെ നേർവിപരീതമാണ് ബർണിയർ ചെയ്തത്. ഇത് നിരവധി തവണ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഈ ഒരു പാഠത്തിൻ്റെ ഏറ്റവും സമ്മറി എന്ന് പറയുക, സംഗ്രഹ രൂപമാണ് ഇവിടെ കാണുന്നത്. സഞ്ചാരി, കാലഘട്ടം, രാജ്യം, എഴുതിയ പുസ്തകം, പുസ്തകത്തിൻ്റെ ഭാഷ, സന്ദർശന കാലത്തെ ഭരണാധികാരി.
നോക്കാം നമുക്ക്. അൽബറൂണി 11-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെത്തി. ഉസ്ബെക്കിസ്ഥാനാണ്. അതുപോലെ കിതാബുൽ ഹിന്ദാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം. അറബി ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. മഹ്മൂദ് ഗസ്നിയുടെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇന്ത്യയിലെത്തിയത്. മഹ്മൂദ് ഗസ്നി ഇന്ത്യ പിടിച്ചടക്കിയപ്പോൾ അദ്ദേഹം ഇന്ത്യയിലെത്തി. ഇബ്ൻ ബത്തൂത്ത 14-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ഇന്ത്യയിലെത്തി. മൊറോക്കോക്കാരനാണ്. റിഹിളയാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം. അറബി ഭാഷയിലാണ് ഈ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഇന്ത്യ ഭരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഇന്ത്യയിലെത്തി. ഫ്രാങ്കോയിസ് ബർണിയർ 17-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ഇന്ത്യയിലെത്തി. ഫ്രാൻസുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് മുഗൾ സാമ്രാജ്യത്തിലെ സഞ്ചാരങ്ങൾ. ഇംഗ്ലീഷ് ഭാഷയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഷാജഹാൻ, ഔറംഗസീബ് തുടങ്ങിയ ഭരണാധികാരികൾ ഇന്ത്യ ഭരിച്ച കാലഘട്ടത്തിൽ അദ്ദേഹം ഇന്ത്യയിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോട്ടിൽ ഇതുപോലെ വരച്ച് എഴുതേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. 5-ാമത്തെ അധ്യായം. ഇതിൽ മാപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നോട്ട് എഴുതുക, ക്ലാസ് 2-3 തവണ കേൾക്കുക, പഠിക്കുക.